ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ വളരെ സിമ്പിളുമാണ്. ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് 3-4 രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് പാൽ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. കോഫിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി അതിലേക്ക് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് എത്ര ഇഷ്ടമാണോ അതനുസരിച്ചിട്ട് നമുക്ക് കോക്കോ പൗഡറിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. ഇനിയാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. ഞാനിവിടെ അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്വീറ്റൻ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി മധുരം നമ്മുടെ കൊക്കോ പൗഡറിനകത്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണ്ട. ചെറുതായിട്ട് ബോയിലാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഞാനിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മധുരം കുറവുണ്ടെങ്കിലും കൊക്കോ പൗഡറിൻ്റെ അളവ് കുറവുണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനാണ്. ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഒരു പതയൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിത് 2 കപ്പുകളിലാക്കിയിട്ട് സെർവ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കൊക്കോ പൗഡർ ഞാനിതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടാൽ നല്ല അട്രാക്റ്റഡ് ആയിരിക്കും. കുടിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിന് മുകളിലേക്കൊന്ന് വിതറി കൊടുത്താൽ മതി. അങ്ങനെയും നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അതേ സമയത്ത് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.